നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയ്ക്കായി പോത്തുണ്ടിയിൽ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. മാട്ടായി എന്ന പ്രദേശത്ത് ചെന്താമരയെ കണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചു. പിന്നാലെ പോലീസ് ഈ മല വളഞ്ഞെലിക്കുകയാണ്. ചെന്താമര വനത്തിനുള്ളിൽ ഉണ്ടെന്നാണ് സംശയം. ടി നന്ദഗോപാൽ നെന്മാറയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നന്ദു, പോത്തുണ്ടിയിൽ ചെന്താമര ഉണ്ട് എന്ന സംശയത്തിന് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിലാണല്ലേ നടക്കുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നു? അക്ഷരാർത്ഥത്തിൽ ഒരു നാട് മുഴുവൻ ഉറങ്ങാതെ നിൽക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. ഈ ഒരു പ്രതിയെ പിടികൂടാതെ ഇവർക്ക് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന കാഴ്ച. ഇപ്പോൾ ഈ മാട്ട എന്ന് പറയുന്ന പ്രദേശം, ഇവിടെ വനമാണ്, മലയോര പ്രദേശമാണ്. അവിടേക്ക് ഈ ചെന്താമര പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരും വലിയൊരു പോലീസ് സന്നാഹവും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സമീപത്തെ CCTV-യിൽ ചെന്താമരയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടു എന്ന് പറയുന്നു. ഉടൻ തന്നെ ഇയാൾ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഒപ്പം നാട്ടുകാരും ചേർന്ന് ഈ മലയുടെ മുകളിലേക്ക് പരിശോധനയ്ക്കായി കയറിയത്. ഈ സമയത്ത് മറ്റു ചില ശബ്ദങ്ങളൊക്കെ കേട്ടു, ആരോ ഓടുന്നത് പോലെയുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടു എന്നുള്ളതാണ് മലയ്ക്ക് മുകളിലേക്ക് പോയ നാട്ടുകാർ പറയുന്നത്. പക്ഷെ അത് മനുഷ്യനാണോ അല്ലെങ്കിൽ കാട്ടുപന്നിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ല. ഏതായാലും ഈ ഒരു സംശയം തീർക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ മലയ്ക്ക് മുകളിലേക്ക് വലിയൊരു സന്നാഹം പോലീസ് കയറിപ്പോയിട്ടുണ്ട്. ആവശ്യമായ ഉപകരണങ്ങളൊക്കെയായി മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. മുകളിൽ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. DYSP ഒക്കെ സ്ഥലത്തെത്തി ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ മലയ്ക്ക് മുകളിൽ കാടാണ്, ആന ഇറങ്ങുന്ന പ്രദേശമുണ്ട്, കാട്ടുപന്നികളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് പോലീസ് ഇപ്പോഴും പരിശോധന നടത്തുകയാണ്. 2019-ലെ അനുഭവം പരിശോധിച്ചു കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ വനത്തിനുള്ളിൽ നിന്നുമാണ് ഇയാളെ കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. വനത്തിനുള്ളിലാണ് ഇയാൾ അന്ന് ഒളിച്ചു താമസിച്ചിരുന്നത്. പിന്നീട് ഭക്ഷണം കഴിക്കാൻ തറവാട്ടിലേക്ക് വന്ന സമയത്താണ് പിടിയിലാകുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ വനത്തിനുള്ളിൽ തന്നെ ഇയാൾ ഉണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഒക്കെ ഉള്ളത്. ഈ സമയത്താണ് ഇയാളുടെ രൂപസാദൃശ്യമുള്ളൊരു വ്യക്തി നടന്നു പോവുകയും പിന്നീട് നാട്ടുകാരൊക്കെ വന്നപ്പോൾ കാട്ടിനുള്ളിലേക്ക് ഓടുകയും ചെയ്തു എന്നുള്ള ഒരു സംശയം ഉള്ളത്. ഏതായാലും പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരും ഇവിടെ കൂടി നിൽക്കുകയാണ്. ഇവരൊക്കെ വല്ലാത്ത ഭയത്തിലാണ്. പ്രത്യേകിച്ചും ഈ പോത്തുണ്ടി മേഖലയിലൊക്കെ വനത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ വീടുള്ളവർ ടൗണിലേക്ക് വന്ന് താമസിക്കുകയാണ്. അവിടെ സുഹൃത്തുക്കളുടെയും ഒപ്പം ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലേക്ക് മാറി താമസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ഭയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അത്രയും വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ നാട് മുഴുവൻ ഉള്ളത്. വല്ലാത്ത ഭയത്തിലാണ്. ഒരു വ്യക്തിയെ വല്ലാതെ ഭയന്ന് നിൽക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ. ഏതായാലും ഇപ്പോഴും പരിശോധന പൂർത്തിയാവുകയാണ്. ഇവിടെ ഈ ഒരു പ്രതി ചെന്താമര പിടിയിലാകാതെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ നാടുള്ളത്. നമ്മൾ സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ രാത്രി ഏറെ വൈകിയൊക്കെ പുറത്തേക്ക് പോകാൻ ഈ സ്ത്രീകളൊക്കെ ഭയപ്പെടുന്നു. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാതെ അടച്ചുപൂട്ടി വീട്ടിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷം ഈ പോത്തുണ്ടി മേഖലയിലുണ്ട്. അത് ഇയാൾ മുൻകാല സ്വഭാവ രീതികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ഭയമാണ്. ഇയാൾ അന്ന് നടത്തിയ കൊലപാതകത്തിന് സമാനമായാണ് ഇപ്പോൾ പരസ്യമായി രണ്ടുപേരെ 2019-ൽ സജിതയെ കൊന്ന ശേഷം ഈ ചെന്താമര സജിതയുടെ സംസ്കാര ചടങ്ങുകൾ അടക്കം കഴിഞ്ഞ് ഇത്തരത്തിൽ കാട്ടിൽ തന്നെ ഒളിച്ചിരുന്ന അതിനുശേഷമാണ് ഈ ഒരു ബന്ധുവീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് ചെന്താമര പിടിയിലാകുന്നത്. അതൊരു രീതിയിൽ പിടികൊടുക്കുന്നത് പോലെ തന്നെ എത്തിയ രീതിയിലായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. അതിന് സമാനമായാണ് ഇപ്പോഴും ചെന്താമര കാട്ടിലേക്ക് തന്നെ പോയിരിക്കുന്നു. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് ഒരുപക്ഷെ പുറത്തിറക്കി ഇറങ്ങാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്ന് നേരത്തെ പോലീസും വിചാരിച്ചിരുന്നു. അത്തരത്തിൽ തന്നെയാണല്ലേ ഇപ്പോൾ സംഭവിക്കുന്നത്? കാരണം അതോടൊപ്പം തന്നെ ഈ കാട് എന്ന് പറയുമ്പോൾ രാവിലെ ഈ വെളിച്ചമുള്ള സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള സമയമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, കൂരിരുട്ടാണ്. അവിടെ ഇവിടങ്ങളിലായി മാത്രം കുറച്ച് വെളിച്ചമുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ, എത്രത്തോളം ദുസ്സഹമാണ് ഈ ഒരു തെരച്ചിൽ? തീർച്ചയായും. അതായത് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് അന്ന് സജിതയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ വ്യക്തി സജിതയുടെ സംസ്കാരത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. അത് നാട്ടുകാരൊക്കെ പറയുന്ന കാര്യം, ഇയാൾ ഈ ഒരു മൃതദേഹത്തിന്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഈ കീഴടങ്ങുന്നു എന്നുള്ളതാണ്. അതുവരെ ഒളിവിൽ കഴിയുന്നു, അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. പക്ഷേ പോലീസ് അത്തരം കാര്യങ്ങളൊന്നും തന്നെ കാര്യമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നാട്ടുകാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പറയുന്നുണ്ട്.
സമാനമായ രീതിയിൽ ഇപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് വേണം ഇങ്ങനെ ഈ കാട്ടിന്റെ ഉള്ളില് ചെന്താമരയെ കണ്ടു എന്നുള്ള ഒരു സംശയം വന്നതോടുകൂടി മനസ്സിലാക്കാൻ. ഏതായാലും ഈ പോലീസ് ഇപ്പോഴും ശക്തമായ തിരച്ചിലിൽ തന്നെയാണ്. രാത്രി ഏറെ വൈകിയും കാട്ടിനുള്ളിൽ നിന്നും പോലീസ് വന്നിട്ടില്ല. ഇപ്പോഴുള്ള ഈ മാട്ടായി പ്രദേശത്ത് മാത്രമല്ല മറ്റു മേഖലകളിലും സമാനമായി സംഘം തിരിഞ്ഞ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. ഇവിടെ നിന്നും ഒരുപക്ഷെ നേരെ നെല്ലിയാമ്പതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ ആനയുണ്ട്, മറ്റ് വന്യജീവികളൊക്കെ ഉണ്ട്. അതിനെ മറികടന്ന് വേണം ഈ നെല്ലിയാമ്പതി ഭാഗത്തേക്ക് എത്താൻ. ഒരുപക്ഷെ ഈ കൈവെള്ളയിലെ രേഖ പോലെ പരിചിതമാണ് ഈ ചെന്താമരയ്ക്ക് ഈ വനവും കാടുകളും ഒക്കെ തന്നെ. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ കടന്നു കളയാൻ പറ്റും എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. ആ ഒരു സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ മാട്ടായി മേഖലയിൽ പൂർണ്ണമായും പോലീസ് വളഞ്ഞിട്ടുള്ളത്. അവിടെ വളഞ്ഞ് പരിശോധിക്കുകയാണ്. ഒരു ഭാഗത്ത് നാട്ടുകാരും വളഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അതായത് ഇനി ഈ സംശയം പോലെ ഈ ചെന്താമര ഈ വനത്തിനുള്ളിൽ ഈ മാട്ടായി ഭാഗത്തുണ്ടെങ്കിൽ ഒരു തരത്തിലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ആ നാട്ടുകാരും പോലീസും പറയുന്നത്. അതിനനുസരിച്ചുള്ള വിന്യാസമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശരി നന്ദു, തുടരുക. ഇപ്പോൾ കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കൂടി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അസ്ലം, ഈ കോഴിക്കോട് നേരത്തെ ചെന്താമര ജോലി ചെയ്തിരുന്നു 1 മാസം മുൻപ്. അപ്പോൾ ഇയാളുടെ പഴയ ഫോൺ ഇങ്ങനെ കോഴിക്കോടുള്ള സുഹൃത്തിന്, അതായത് അവിടെയുള്ള നേരത്തെ ജോലി ചെയ്ത അവിടുത്തെ ജീവനക്കാരന് നൽകി പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കോഴിക്കോടും പരിസര പ്രദേശത്തുമൊക്കെ ചെന്താമരയ്ക്കായി സമാന്തരമായ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ടോ അസ്ലം? ആദ്യഘട്ടത്തിൽ ഈ കൂമ്പാറയിലെ മാതാ കോറിയിൽ ഉള്ള ഫോണിൽ ചില സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ആദ്യമായി എത്തുന്നത്. അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ നേരത്തെ 1 മാസം മുമ്പ് സെക്യൂരിറ്റി ജീവനക്കാരനായി ചെന്താമര ഉണ്ടായിരുന്നു. അയാൾ പോകുന്ന സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മോട്ടോറുള്ള ഫോൺ തന്റെ സഹപ്രവർത്തകന് കൊടുത്തിട്ട് പോയി. അങ്ങനെയാണ് ആ സിഗ്നലിലേക്ക് വരുന്നതും അവിടേക്ക് പോലീസ് എത്തുന്നതും. സ്വാഭാവികമായിട്ട് 1.5 വർഷം ചെന്താമര താമസിച്ച സ്ഥലം എന്ന അർത്ഥത്തിൽ അതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയും പോലീസ് പ്രത്യേക സംഘം പരിശോധനകൾ നടത്തിയിരുന്നു. അതിലാണ് ഒരു കക്കാടം പോലും സമീപമുള്ള താഴെ കക്കാട് ഒരു ഹോട്ടലിൽ ഒരാൾ ഇയാളെ കണ്ടതായി ചില സംശയം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ വന്ന് പരിശോധിച്ചു. പക്ഷെ അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ വന്നതായി ചില വിവരങ്ങൾ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കത്തക്ക ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഏറെക്കുറെ ഇവിടുത്തെ പരിശോധന അത്ര സജീവിച്ച അത്രയും വിവരവും ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നടത്തിയ ഊർജ്ജ പരിശോധന ഒഴിവാക്കി. അതേസമയം തന്നെ നിരീക്ഷണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റേതായ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ചെന്താമരയെ കണ്ടിട്ടുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് കൊലപാതകത്തിന് ശേഷം കണ്ടിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. ഇയാൾ 1.5 വർഷം ഇവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ച് താമസിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. മാത്രമല്ല അയാൾ ശരി അസ്ലം, ഇപ്പോൾ ചെന്താമരയ്ക്കായി പോത്തുണ്ടിയിൽ വ്യാപകമായ തെരച്ചിൽ തുടരുകയാണ്. ഈ രാത്രിയിലും അവിടെയുള്ള പോലീസ് സന്നാഹം ഈ രാത്രി മുഴുവൻ ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. അവിടെ നാട്ടുകാരുടെ വലിയൊരു സംഘവും തെരച്ചിലിന് ഒപ്പം തന്നെയുണ്ട്. പോത്തുണ്ടിയിൽ ചെന്താമരയെ കണ്ടു എന്ന് അവിടെയുള്ള നാട്ടുകാർ സംശയം പറഞ്ഞിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം കാട് കയറിയുള്ള തെരച്ചിൽ നടത്തുന്നത്. നന്ദഗോപാൽ തുടരുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാപകമായ തെരച്ചിലാണ് പോത്തുണ്ടിയിൽ നടക്കുന്നത്. പോലീസും നാട്ടുകാരും ഒന്നാകെ ഇറങ്ങി വനത്തിനുള്ളിൽ ചെന്താമരയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ വനവും വനപ്രദേശവും ഒക്കെ തന്നെ കൈവെള്ളയിലെ രേഖ പോലെ അത്രത്തോളം പരിചിതമാണ് ചെന്താമരയ്ക്ക്. അതുകൊണ്ട് തന്നെ അയാൾ വനത്തിനുള്ളിൽ മറ്റൊരിടത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ വനം കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ നെല്ലിയാമ്പതിയാണ്. അവിടെ ഈ വന്യജീവികളുണ്ട്, ആനയുണ്ട്, അത്തരത്തിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുക, ചെന്താമരയെ കണ്ടെത്തുക എന്നത് വളരെ ദുസ്സഹമായ കാര്യമാണ്. നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവെക്കാൻ പോത്തുണ്ടിയിൽ നിന്ന് ചേരുന്നുണ്ട്. നന്ദു, ഇതിപ്പോൾ ഈ 2 പേരെയും കൊല ചെയ്ത് 2 പകലുകളും 2 രാത്രിയും ഇപ്പോൾ കഴിയാൻ പോവുകയാണ്. ഇതുവരെ യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. ഇതുവരെ ഒരു സൂചനയും ഇല്ലാത്ത ഇടത്ത് നിന്നാണ് പോത്തുണ്ടിയിൽ ചെന്താമരയുണ്ട് എന്ന ഒരു സംശയത്തിലേക്ക് എത്തുന്നത്. എന്ത് വില കൊടുത്തും ചെന്താമരയെ കണ്ടെത്തുക എന്ന വലിയ ദൗത്യത്തിലേക്ക് ഒരു നാടും പോലീസും കടക്കുന്നു, അല്ലേ?
നോക്കൂ, ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു സംഭവം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതായത് ഒരു പ്രതി അയാൾ ഇരട്ട കൊലപാതകം നടത്തുന്നു, തുടർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇയാളുടെ കഥകളൊക്കെ കണ്ട് വലിയ രീതിയിൽ അത് ആളുകൾക്ക് ഒരു ഭയപ്പാടുണ്ടാക്കുന്നു. അപ്പോൾ ഒരു നാട് മുഴുവൻ ഇങ്ങനെ ഉറങ്ങാതെ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. പോലീസുകാർ മാത്രമല്ല, ഒരു നാട് മുഴുവൻ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ അത്രത്തോളം ഒരു ഭീകരത ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്താണ് അതായത് നാട്ടുകാർ ഇവിടെ ഓരോ ശബ്ദവും ഓരോ പ്രദേശവും നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ഭയപ്പാടുണ്ടാക്കുന്നുണ്ട്. അതൊരു പക്ഷേ ചെന്താമരയാകുമോ എന്നുള്ള ഒരു ചിന്ത നാട്ടുകാർക്കിടയിലൊക്കെ തന്നെയുള്ളത്. അങ്ങനെ പൂർണ്ണമായും പരിശോധന ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പോലീസും ഒപ്പം തന്നെയുണ്ട്. പോലീസിനെ സംബന്ധിച്ച് വലിയ സമ്മർദ്ദം പോലീസിനുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ഇവരുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലീസിനും ആ പ്രതിയെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ള സമ്മർദ്ദത്തിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സന്നാഹത്തോടു കൂടി ഒരു പ്രതിയെ പിടികൂടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. 100-ലധികം പോലീസുകാരാണ് ഒരൊറ്റ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. 30-ലധികം സംഘമായി ചേർന്ന് അസാധാരണമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നു. അപ്പോൾ എത്രത്തോളം വലിയ ഒരു ഭീകരാന്തരീക്ഷമാണ് മേഖലയിലുള്ളത് എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകുമെന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാട്ടായി ഭാഗത്തെ വനത്തിനുള്ളിൽ വൻ പോലീസ് സന്നാഹമാണ് ചിന്താമരയ്ക്കായി തെരച്ചിൽ നടത്തുന്നത്. മല വളഞ്ഞ് പോലീസും നാട്ടുകാരും വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നു. ചിന്താമരയെ പോത്തുണ്ടിയിൽ കണ്ടു എന്ന സംശയത്തിന് പിന്നാലെയാണ് 100-ലധികം പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയും ആ മല വളഞ്ഞ് ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് ചിന്താമരയെ കണ്ടെത്തുക എന്ന രീതിയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തുന്നത്. അവിടെയുള്ള നാട്ടുകാരും തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്.